നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളത്തോട്ടം, നിരന്തരം പച്ചക്കറികൾ കാശ് കൊടുത്ത് വാങ്ങുന്നവരാണ് നമ്മൾ. നല്ല പച്ചക്കറികൾ കിട്ടണമെന്നുമില്ല. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അത്യാവശ്യം പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാം. മുറ്റത്ത് മണ്ണുണ്ടെങ്കിൽ അവിടെ പച്ചക്കറി വളർത്താം, ഇല്ലെങ്കിൽ പാത്രങ്ങളിലും വളർത്താം. എന്തിന് അടുക്കളയിലും ബാൽക്കണിയിലും വരെ വളർത്തിയെടുക്കാവുന്ന പച്ചക്കറികളും ഇലകളുമുണ്ട്. മണ്ണ് തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. മണ്ണും കമ്പോസ്റ്റും എല്ലാം ചേർത്ത് നടാനുള്ള മണ്ണ് തയ്യാറാക്കാം. പിന്നീട് പഴത്തോൽ, മുട്ടത്തോട് എന്നിവയൊക്കെ ഇട്ടുകൊടുക്കാവുന്നതുമാണ്. നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ നടാൻ തിരഞ്ഞെടുക്കണം. ആദ്യം കുറച്ച് നാളുകൾ അധികം സൂര്യപ്രകാശം തട്ടാതെ സൂക്ഷിക്കണം. തക്കാളി, വഴുതന, ചീര, കറിവേപ്പില എന്നിവയൊക്കെ വീടിനകത്ത് തന്നെ പാത്രങ്ങളിൽ വളർത്താവുന്നതാണ്. ചെടികൾ വളർന്നു വരുമ്പോൾ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടണം. അതിനാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണോ ഇവ വച്ചിരിക്കുന്നതെന്ന് നോക്കണം. പുറത്ത് നടുമ്പോഴും ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. ചെടികൾ തമ്മിൽ കൃത്യമായ അകലം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലൂടെ രോഗകീടബാധ നിയന്ത്രിക്കാം. പാത്രങ്ങളോ ചട്ടികളോ ഒക്കെയാണ് നടാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 6 ഇഞ്ചെങ്കിലും ഉയരം വേണം. ഡ്രെയിനേജ് ദ്വാരങ്ങളും വേണം. വിത്തായിരിക്കുമ്പോൾ അധികം വെള്ളം നനയ്ക്കരുത്. ആദ്യം നനച്ചാൽ മതി. ചെടിയായി തീരുമ്പോൾ ആവശ്യത്തിന് വെള്ളം നൽകണം. അധികം വെള്ളം നൽകരുത്, വേര് ചെയ്യാൻ കാരണമാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറികൾ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.